ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മത്തിമീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല നെയ്യുള്ള മത്തിയാണ്. ഇത്രയും മത്തിക്ക് 300 രൂപയാണ് വില. അപ്പോൾ നാട്ടിലെക്കാട്ടിയും കുറച്ചുകൂടെ വില കുറവാണ് ഇവിടെ മീനിന്. മത്തി കുറേശ്ശെ എടുത്ത് മൺചട്ടിയിലേക്കിട്ട് കല്ലുപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരവി കഴുകുകയാണ്. 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരവി കഴുകണം. അപ്പോൾ കഴുകും തോറും നെയ്യ് ഇങ്ങനെ ഉരുണ്ട് കൂടി വരികയാണ്. വെള്ളത്തിൻ്റെ മുകളിലേക്ക് കയ്യിൽ നെയ്യ് ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട്. അത് സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ആ നെയ്യുള്ള മത്തി കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ച് കഴുകും തോറും നെയ്യ് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി കറി വയ്ക്കാനും. പിന്നെ നാളത്തേക്ക് കുറച്ച് മീനെടുത്ത് ഫ്രിഡ്ജിൽ അരപ്പ് പുരട്ടി വെക്കുന്നുണ്ട്. പൊരിക്കാനായിട്ട് ഞാൻ സ്റ്റവയിലേക്ക് വെച്ചു. ഇനി അടുത്തതായിട്ട് കറി വയ്ക്കാനായിട്ട് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടാം. വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയ ശേഷം ഞാനിത് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മത്തിയിൽ നല്ല നെയ്യുള്ളത് കൊണ്ട് വളരെ കുറച്ച് എണ്ണ മതിയാകും. ഇനി നമ്മൾ കറി വയ്ക്കാനായിട്ടൊരു മൺചട്ടി സ്റ്റവയിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ മത്തി മറുവശവും കൂടെ ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ മൺചട്ടിയിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞോ അല്ലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഉള്ളി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറി പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലും ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ അളവിലും ചേർത്ത് പച്ച മണം മാറുന്നത് വരെ ഞാനിതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ പുളി പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഇതിൽ കിടന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇട്ട് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. മത്തി മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റ് സമയം വെന്താൽ മതിയാകും. ചെറിയ തീയിൽ കിടന്ന് വേവുമ്പോഴാണ് മീനിന് ടേസ്റ്റ് കൂടുന്നത്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കറി ഇറക്കി വയ്ക്കാം. തണുക്കുമ്പോൾ ഇതിൻ്റെ ചാറ് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താനും മറന്നു പോകരുത്. നമ്മൾ ആദ്യം അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ആ മത്തി മറ്റൊരു സ്റ്റൈലിൽ കറി വയ്ക്കുന്ന വീഡിയോയുമായിട്ട് നാളെ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.